കർണാടകയിലെ സർക്കാരിനെ താഴെയിറക്കാൻ കണ്ണൂരിലെ ക്ഷേത്രത്തിൽ മൃഗബലി നടന്നെന്ന DK ശിവകുമാർ. കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവമെന്ന് ദേവസ്വം മന്ത്രി. വിഷയം അന്വേഷിക്കുമെന്ന് K. രാധാകൃഷ്ണൻ. K. സുധാകരൻ പ്രതികരിക്കണമെന്ന് CPM. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പ്രതികൾക്ക് ജാമ്യം. 19 പ്രതികൾക്കും ഹൈക്കോടതി ജാമ്യം നൽകിയത് കർശന വ്യവസ്ഥകളോടെ. CBIയുടെ എതിർപ്പ് കോടതി തള്ളി. പീരുമേട് MLA ആയി വാളൂർ സോമൻ തുടരും. തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി ശരിവെച്ചു. ക്രമക്കേട് ആരോപിച്ചുള്ള UDF സ്ഥാനാർത്ഥി സിറിക് തോമസിന്റെ ഹർജി തള്ളി. വടകരയിലെ കാഫിർ സ്ക്രീൻഷോട്ട് കേസിൽ പോലീസിന്റെ റിപ്പോർട്ട് തേടി ഹൈക്കോടതി. റൂറൽ SP 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണം. നിർദ്ദേശം യൂത്ത് ലീഗ് പ്രവർത്തകന്റെ ഹർജിയിൽ. തൃശൂർ പോലീസ് അക്കാദമിയിലെ ലൈംഗിക അതിക്രമ കേസിൽ പ്രതിയായ പോലീസ് ഉദ്യോഗസ്ഥൻ ഒളിവിൽ പോയത് ഓഫീസർ കമാൻഡന്റ് പ്രേമൻ. മലപ്പുറത്ത് ക്വാറി ഉടമയെ ഭീഷണിപ്പെടുത്തി കൈക്കൂലി വാങ്ങിയ ഇൻസ്പെക്ടർക്കും SIക്കും സസ്പെൻഷൻ. ഒളിവിൽ പോയ ഇൻസ്പെക്ടർക്കായി തിരച്ചിൽ. ലൈംഗിക അതിക്രമ കേസിൽ അറസ്റ്റിലായ കർണാടക MP പ്രജ്വൽ രേവണ്ണയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. 6 ദിവസത്തേക്ക് അനുവദിച്ചത് കോടതി. ദൃശ്യങ്ങൾ പകർത്തിയ മൊബൈൽ ഫോൺ കണ്ടെത്താനായില്ല. കർണാടകയിലെ കോൺഗ്രസ് സർക്കാരിനെ താഴെയിറക്കാൻ കേരളത്തിലെ രാജരാജേശ്വരി ക്ഷേത്രത്തിൽ മൃഗബലി നടന്നെന്ന DK ശിവകുമാറിന്റെ ആരോപണം വിവാദത്തിൽ. കേരളത്തിൽ നടക്കാൻ സാധ്യതയില്ലാത്ത സംഭവമെന്നും വിഷയം അന്വേഷിക്കുമെന്നും ദേവസ്വം മന്ത്രി K.